ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിലേക്കും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള അതേപോലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു വാഹനത്തെ പറ്റിയാണ്. അത് നമ്മുടെ ടാറ്റയുടെ ടിയാഗോ എക്സി എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ യൂസ്ഡ് വണ്ടി നോക്കുവാണെങ്കിലും നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ബഡ്ജറ്റ് മുടക്കാനില്ല, എന്നാൽ നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പുതിയ വാഹനം വേണമെങ്കിൽ കിട്ടുന്നൊരു വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ടിയാഗോ എക്സി എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് 4 സ്റ്റാർ സേഫ്റ്റി വരുന്നുണ്ട്, അതുപോലെ ഡ്യുവൽ എയർ ബാഗ്സും വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ബോഡി ക്വാളിറ്റിയാണ് ഈ വാഹനത്തിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന വിൻഡോസാണ് വരുന്നത്. അതേപോലെ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ബേസിക്കായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അക്സസറി ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫീച്ചറോട് കൂടി തന്നെ ഈ വാഹനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ലെതർ സീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് ഇതുപോലെ മ്യൂസിക് സിസ്റ്റവും അതേപോലെ തന്നെ സ്പീക്കേഴ്സും ഒക്കെ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്കൊരു ഹാച്ച് ബാഗിന് കിട്ടുന്ന അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയറും അതേപോലെ ഒരു ഡിസൈൻ നോക്കുവാണെങ്കിലും വളരെ ഇപ്പം കിട്ടുന്നതിലേക്ക് ഏറ്റവും ബെറ്റർ ഡിസൈനാണ് വരുന്നത്. നമുക്കൊരു അറിയാമല്ലോ, ഇപ്പം മിക്ക വാഹനങ്ങളുടെ ഒരു ഷേപ്പ് നമുക്കൊരു മെയിൻ ഫാക്ടറാണ്. അപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഡിസൈൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാഡിങ്സ് നോക്കുവാണെങ്കിലും ശരി, ഓവറോൾ ലുക്ക്, ടാറ്റയുടെ ഏറ്റവും പുതിയ ലോഗോ, അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളി വാഹനമാണ്. സ്പോയിലറൊക്കെ നോക്കിയാലും വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്, എലഗൻ്റ് ആൻഡ് സ്റ്റൈലിഷ് അങ്ങനെ തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് നേരത്തെ 6.5 ലക്ഷം രൂപയായിരുന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അത് പ്രൈസ് കുറഞ്ഞ് ഏകദേശം ഒരു 5.70 നമുക്ക് ഈ വാഹനത്തിന് ഓഫ് റോഡ് കൂടി തന്നെ ഈ വർഷം നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ബോഡി ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല ഒരു വളരെ സ്റ്റൈലിഷ് ആൻഡ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനം. അപ്പോൾ ഈ വാഹനം നമുക്ക് ഓട്ടോമാറ്റിക് മോഡൽ വേരിയൻറ്റിലൊക്കെ നമുക്ക് മറ്റ് വേരിയൻസിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പം ബേസിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ, അതുപോലെ തന്നെ ഇതിൻ്റെ പുറമേ നോക്കുവാണെങ്കിലും ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ തന്നെ ഒരു ക്രോം ഫിനിഷിംഗ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഫ്രണ്ടിൽ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ക്ലാഡിങ്സ്, ടാറ്റയുടെ പുതിയ ലോഗോ, മൊത്തത്തിൽ ഒരു ഈ വാഹനം കുറച്ച് അക്സസറി ചെയ്യുവാണെങ്കിൽ ടോപ്പ് ഉണ്ടാക്കി മാറ്റാൻ വലിയ പാടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് അക്സസറിയൊക്കെ ചെയ്ത് നമുക്കൊരു നല്ലൊരു മോഡലിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ വാഹനത്തെ പറ്റിയുള്ള ഉപയോഗിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്